നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ഇപ്പോൾ നിരവധി കുട്ടികളാണ് ബാംഗ്ലൂർ BSc നഴ്സിംഗിനൊക്കെ ആയിട്ട് പഠിക്കുവാനായിട്ട് വരിക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഏറ്റവും നല്ലത്? അപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഒരു കോളേജിലേക്കാണ് നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ബാംഗ്ലൂരിലെ മികച്ച കോളേജായ സർവോദയ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ക്യാമ്പസ് ടൂറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കമോൺ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സർവോദയയുടെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിന്റെ അഡ്മിൻ ബ്ലോക്കുകളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, അഡ്മിഷൻ സെൽ ഉണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, കൂടാതെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെയർമാന്റെയും ബാക്കിയുള്ള ക്ലാസ് റൂംസും എല്ലാം ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഓരോ ഫ്ലോറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലോറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് മിക്കവാറും വരുന്ന ക്ലാസ് റൂംസ് എല്ലാം ഉണ്ടാവുക. അതുകൂടാതെ ഇവിടെ 2 ലാബുകളും ഉണ്ട്. നമുക്ക് ആ ക്ലാസ് റൂം ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ലെക്ചർ ഹാള് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ലെക്ചർ ഹാള് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ LCDയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ വരുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ലാബിലാണ്. ഇപ്പോൾ 3rd ഇയറിലും 4th ഇയറിലൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലാബാണ് കമ്മ്യൂണിറ്റി ലാബ്. അപ്പോൾ നമുക്ക് സർവോദയയിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ലാബ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സർവോദയയുടെ ഫൗണ്ടേഷൻ ലാബിലാണ്. ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിന്റെ നിരവധിയായിട്ടുള്ള ബേസിക് പ്രൊസീജിയേഴ്സ് ആണ് ഈ ഒരു ലാബിൽ നമുക്ക് പരിശീലിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള മാനിക്കിൻസ് ഇവിടെ കാണാൻ സാധിക്കും. CPR മാനിക്കിൻ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മാനിക്കിൻസ് ഉണ്ട്. അതുപോലെ തന്നെ IV ആം ഉൾപ്പെടെയുള്ള നിരവധി മാനിക്കിൻസ്. കാരണം നമുക്കറിയാം, ഫസ്റ്റ് ഇയർ മുതൽ കുട്ടികളെല്ലാം കൂടുതലായിട്ട് ഈ പറയുന്ന ബേസിക് പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലാബാണ് ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിന്റെ FON ലാബ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് അനാട്ടമി ലാബ്, MCH ലാബ്, അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സിമുലേഷൻ ലാബ്, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലാബും പെട്ടെന്ന് ഓടി നോക്കിയിട്ട് വരാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് അനാട്ടമി ലാബാണ്. അപ്പോൾ അനാട്ടമി ലാബിൽ നോക്കിയറിയാം ഡിഫറെന്റ് സ്കെൽട്ടൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലെ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അനാട്ടമി, ഫിസിയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ. അപ്പോൾ ഇവിടെ നോക്കിയറിയാം വളരെ വിപുലീകരമായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വളരെ വലിയൊരു ലാബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ MCHന്റെ ഒരു ലാബാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ബേസിക് ആയിട്ട് ലാബാണ്. ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിമുലേഷൻ ലാബിൽ കൂടുതലായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ MCH ലാബിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി നമ്മൾ സർവോദയയുടെ സ്കിൽ ലാബാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ലാബുകളാണ് മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ സർവോദയയുടെ സ്കിൽ ലാബ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്കിൽ ലാബിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ CPR മാനിക്കിൻസ് ഉണ്ട്. മിക്കവാറും വരുന്ന പ്രൊസീജിയേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാനിക്കിൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. കത്തീറ്റർ, അതുപോലെ തന്നെ കത്തീറ്ററിന്റെ ഇൻസർഷൻ വേണ്ടിയുള്ള മാനിക്കിൻ ഉണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് നോക്കി IV ആം ഉണ്ട്. കൂടാതെ പീഡിയാട്രിക് മാനിക്കിൻസ്, പല മോഡലിലുള്ള പീഡിയാട്രിക് മാനിക്കിൻസ് ഉണ്ട്. കൂടാതെ ആംബു ബാഗ്സ്, അതുപോലെ തന്നെ ET ഇൻക്യുബേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ മാനിക്കിൻസ്, ഡെലിവറി മാനിക്കിൻസ്, അതുപോലെ തന്നെ ഒരു മൾട്ടി ഫംഗ്ഷൻ ഡമ്മി, ഇതൊക്കെയാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്കിൽ ലാബിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സ്കിൽ ലാബ് കൂടാതെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു അഡ്വാൻസ്ഡ് ലാബാണ് സിമുലേഷൻ ലാബ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ റെക്കഗ്നീഷൻ ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു സ്കിൽ ലാബാണ് സർവോദയയ്ക്ക് ഉള്ളത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് സർവോദയയുടെ സിമുലേഷൻ ലാബാണ്. ഹോസ്പിറ്റൽ ഇൻസൈഡ് എ നഴ്സിംഗ് കോളേജ് എന്നാണ് ഇതിന്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു വാചകം. നമുക്ക് സിമുലേഷൻ ലാബിലേക്ക് പോവാം. സോ വെൽക്കം ടു സർവോദയ സിമുലേഷൻ ലാബ്. ഇപ്പൊ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു സ്പെഷ്യൽ ലാബാണ് സർവോദയ സിമുലേഷൻ ലാബ്. അപ്പോൾ നമുക്കറിയാം, സിമുലേഷൻ ലാബിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കാരണം മിക്കവാറും വരുന്ന ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം പ്രാക്ടീസ് ചെയ്ത്, അതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സിമുലേഷൻ ലാബുകൾ. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ BSc നഴ്സിംഗിന്റെ സെമസ്റ്റർ സിലബസിൽ ഓരോ സെമസ്റ്ററിലും മാൻഡേറ്ററി മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വരുന്ന OSCE എക്സാംസ് ആണ് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നടത്തേണ്ടതായിട്ട് വരിക. പ്രത്യേകിച്ച് UK പോലെയുള്ള മറ്റു പല വെസ്റ്റേൺ കൺട്രീസിലും OSCE എക്സാം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിമുലേഷൻ ലാബുകൾ തീർച്ചയായിട്ടും OSCE എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്.
അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ഫെസിലിറ്റീസുമാണ് ഇവിടെ സർവോദയ സിമുലേഷൻ ലാബിൽ ഒരുക്കിയിരിക്കുന്നത്. 30-ലധികം നഴ്സിംഗ് കോളേജുകളാണ് ഈ ഒരു സിമുലേഷൻ ലാബ്, ബാംഗ്ലൂരിൽ മെയിൻ ആയിട്ട് വരുന്ന കോളേജുകൾ ഉൾപ്പെടെ 30ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകളാണ് ഈ ഒരു സിമുലേഷൻ ലാബ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മാനിക്കിൻസും സ്പെഷ്യൽ ആയിട്ടുള്ള മാനിക്കിൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ സർവോദയയുടെ സിമുലേഷൻ ലാബിലേക്ക് നമുക്ക് കയറുമ്പോൾ നമുക്കറിയാം ICU സെറ്റപ്പിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സുമാണ് ചെയ്യാൻ സാധിക്കുന്ന മാനിക്കിൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതൊരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് മാനിക്കൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഓസ്കൾട്ടേഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള സ്റ്റെതസ്കോപ്പ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഹാർട്ട് സൗണ്ട്സ്, ലങ് സൗണ്ട്സ്, ബവൽ സൗണ്ട്സ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഈ സിമുലേഷൻ ലാബിലെ ഇൻചാർജസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ആൻസി മാഡവും ആനന്ദ് സാറും ആണ്. അപ്പോൾ വരുന്ന വീഡിയോയിൽ കൂടുതലായിട്ട് നമുക്ക് ഓരോ മാനിക്കൻസിനെ കുറിച്ച് വിശദമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാനിക്കൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഹൈ ഫിഡിലിറ്റി മാനിക്കൻ ആണ്. അപ്പോൾ ഹൈ ഫിഡിലിറ്റി മാനിക്കന്റെ മെയിൻ ആയിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ കാർഡിയോവാസ്കുലർ എമർജൻസിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനിക്കനാണ് ഹൈ ഫിഡിലിറ്റി മാനിക്കൻ. ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ മോണിറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്കിവിടെ ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ പറയുന്ന രീതിയിൽ ഇവിടെ മാനുവലി നമുക്ക് ഹാർട്ട് റേറ്റും പൾസ് റേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് അതനുസരിച്ച് എന്തൊക്കെയാണ് നഴ്സിംഗ് ആക്ഷൻസ്, എമർജൻസി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ഹൈ ഫിഡിലിറ്റി മാനിക്കനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോവാം. ഇവിടെയും നമുക്ക് കുറെ സ്പെഷ്യൽ മാനിക്കൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഈ പറയുന്നില്ല ഹൈ ഫിഡിലിറ്റി സ്പെഷ്യൽ മാനിക്കൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെലിവറി മാനിക്കൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. കാരണം മിക്കവാറും വരുന്ന നഴ്സിംഗ് കോളേജുകളിലൊന്നും ഇത്രയും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനിക്കൻസ്, ഡെലിവറി മാനിക്കൻസ് കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനിക്കനാണ്. വളരെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഒരു മാനിക്കൻ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സർവോദയയുടെ സിമുലേഷൻ ലാബ്. അപ്പോൾ 30-ൽ കൂടുതൽ നഴ്സിംഗ് കോളേജുകളാണ്, ടോപ്പ് വരുന്ന കോളേജുകളൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഈ ENLS പ്രോഗ്രാം, യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം സർവോദയയിൽ മാത്രമാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ പോലും മിക്കവാറും എന്ന കോളേജുകളിലൊന്നും ഇത്രയും ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇവിടുത്തെ മാനേജ്മെന്റ് ഇതിനു വേണ്ടി അമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഹൈ ഫിഡിലിറ്റി മാനിക്കൻസ് ഒക്കെ ഉള്ള ഒരു സിമുലേഷൻ ലാബ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർവോദയയുടെ ലൈബ്രറി എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒത്തിരി ബുക്കുകളൊക്കെ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലൈബ്രറിയുടെ ഒപ്പം തന്നെയാണ് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ലാബ് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ലാബ് മാത്രമല്ല, ഇതിനോട് കൂടെ തന്നെ PhD കോഴ്സ് ഇവിടെ ഉള്ളതിനാൽ PhDക്ക് വേണ്ടിയുള്ള റെഫറൻസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് സെഷനും ഈ ഒരു ലൈബ്രറിയോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ സർവോദയയുടെ മെസ്സാണ്. അപ്പം ഇവിടെ സർവോദയയുടെ മെസ്സിൽ ഏകദേശം 150 കുട്ടികൾക്കാണ് ഒരു തവണ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക. കേരള ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 മലയാളി കുക്കുമാരാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു മെസ് ഹോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കേരള ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കൂടാതെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു സ്നാക്ക് കോർണറും കൂടെ ഉണ്ട്. അതിപ്പോൾ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഇപ്പം അവധിക്കായിട്ട് വീട്ടിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ അത് ക്ലോസ് ആണ്. പക്ഷെ നിരവധി കുട്ടികൾ അതും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഒരു നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സർവോദയ നഴ്സിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 33 വർഷമായി. ഈ 33 വർഷമായിട്ട് ഇത്ര വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു കോളേജിൽ ചുക്കാൻ പിടിക്കുന്ന 2 മലയാളികളാണ്. അതിൽ ജോർജ് സാറും ഉണ്ട്, സുനോജ് സാറും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജോർജ് സാർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജോർജ് സാറിനെ ഞാൻ ഈ നഴ്സിംഗ് ഡയറീസിന്റെ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജോർജ് സാർ, നമ്മൾ ഈ പറയുന്ന സർവോദയ നഴ്സിംഗ് കോളേജിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊന്ന് പറയാമോ? അതായത് കുട്ടികൾക്ക് എവിടെയൊക്കെയാണ് ട്രെയിനിങ് കിട്ടുന്നത്, നമ്മുടെ പ്ലേസ്മെന്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇവരുടെ ട്രെയിനിങ് കിട്ടുന്നത്? അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് കൊടുക്കുന്നത്? പിന്നെ എന്തൊക്കെയാണ് നമുക്ക് സർവോദയയിൽ പഠിക്കുന്നതിനുള്ള ബെനിഫിറ്റ്സ്? അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സർവോദയ കോളേജ് ഓഫ് നഴ്സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോളേജാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആസ് ഡോക്ടർ ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു 33 വർഷം പാരമ്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരു നഴ്സിംഗ് ആസ്പിരൻസ്, ഇന്ന് വരുന്ന ഓരോ നഴ്സിംഗ് ആസ്പിരൻസിൻ്റെയും ഒരു മുൻ തലമുറ
അതായത് അവരുടെ ഒരു പാരൻസിന്റെ സമയം തുടങ്ങി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു നഴ്സിംഗ് കോളേജ് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു ലെഗസിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി മാനേജ്മെന്റ് എന്നതുപോലെ തന്നെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നേഴ്സസിൻ്റെ ഒരു മാനേജ്മെന്റ്. കാരണം ഇതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും മാനേജ്മെന്റിൽ അഡ്മിൻ സ്റ്റാഫായിട്ടും അല്ലെങ്കിൽ അഡ്മിഷൻ കൗൺസിലിംഗിലും അല്ലെങ്കിൽ അതർ സെക്ടേഴ്സിൽ ലൈക്ക് ഡിഫറെൻറ്റ് ഹെഡ്സിലിരിക്കുന്നവരിൽ 80% നേഴ്സുമാരാണ്. അപ്പൊ ആ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് സർവോദയ കോളേജ് ഓഫ് നഴ്സിംഗിനുണ്ട്. പിന്നെ ഡോക്ടർ ജെയിംസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സർവോദയ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേരിയസ് ക്ലിനിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലാബിന്റെ സെറ്റപ്പ്. ഈ ഒരു പോയിന്റ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത് പോലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇത്രയും എക്സ്പെർട്ടൈസിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് ഇവിടുത്തെ ഒരു അക്കാഡമിക് ആക്ടിവിറ്റീസ് ആണെങ്കിലും ലാബ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിൻ്റെ ഒരു ടോപ്പ് ഓഫ് ദ റേഞ്ചിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു സർവീസ് ആസ്പെക്ട് പറയുന്നത് ഇപ്പൊ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഒരു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഡിസ്ക്രൈബ് ചെയ്തൊരു കരിക്കുലം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് അവർക്ക് മനസ്സിലാകുന്ന, അവർക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സർവോദയ കോളേജ് ഓഫ് നഴ്സിംഗിൽ എപ്പോഴും നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓക്കെ ഒബ്വിയസ്ലി ആസ് വി മെൻഷൻഡ് മലയാളി മാനേജ്മെന്റ്, മലയാളി സ്റ്റാഫ് എന്നതുപോലെ തന്നെ വലിയ ഒരു ക്വാളിറ്റേറ്റീവ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ഒരു ടീം തന്നെ നമുക്കുണ്ട്. ഇപ്പൊ അതിൽ നഴ്സിംഗിൽ ഡോക്ടറേറ്റ് എടുത്തവർ, പിന്നെ മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് എടുത്തവർ, അതിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആംബിൾ നോളജ് ഉള്ള സ്റ്റാഫുകളുടെ ഒരു എഫേർട്ടാണ് ഈ സർവോദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ വെൻ യു ലുക്ക് അറ്റ് ദി മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഇപ്പം നമ്മളെപ്പോഴും ഒരു നഴ്സിംഗിന്റെ ഒരു ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10+2 ലെവലിലുള്ള സ്റ്റുഡൻസിൽ നിന്നാണ്. ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു റീജിയണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയ ഒരു സ്റ്റുഡൻറ്റിന് ബാംഗ്ലൂർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കർണാടകത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ ലാംഗ്വേജ് പ്രോബ്ലം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള സൊല്യൂഷൻ, ഒരു ഇമ്മീഡിയറ്റ് ലാംഗ്വേജ് ട്രെയിനിങ്, ഒരു ഇമ്മീഡിയറ്റ് കമ്പ്യൂട്ടർ ട്രെയിനിങ്, ദിസ് ഓൾ ആഡഡ് വാല്യൂ നമ്മൾ ശരിക്കും ഒരു ഓൺ ടോപ്പ് ഓഫ് നഴ്സിംഗ് നമ്മളിവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലാബിന്റെ കൺസെപ്റ്റിൽ ഐ തിങ്ക് ഡോക്ടർ ജെയിംസ് യു ആർ എ പ്രൊഫഷൻ, ഐ ആം ഓൾസോ എ പ്രൊഫഷണൽ നഴ്സ്. സോ നിങ്ങൾക്കൊരു ലാബിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഒരു കോളേജിൽ നമ്മൾ ഒരു നഴ്സിംഗ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇന്നത്തെ ഒരു പെർസ്പെക്റ്റീവില് ഒരു സ്കിൽ ലാബ് അല്ലെങ്കിൽ ഒരു സിമുലേഷൻ സെന്ററിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പറയാതെ ഡോക്ടർ ജെയിംസിന് അറിയാം. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പേസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർവോദയ എപ്പോഴും കോൺസ്റ്റന്റ്ലി എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾക്ക് ഇതിന്റെ റൈറ്റ് വേയിൽ ആ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാം, അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്താണ്. ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നു, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നു. ദ സെയിം ടൈം നമ്മൾ ഇവിടുത്തെ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽസിന്റെയും CNOs അങ്ങനെയുള്ള ടോപ്പ് പൊസിഷനിലിരിക്കുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കറന്റ് ട്രെൻഡ്സ് എന്താണ് നഴ്സിംഗ്, അത് ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റി മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ലാബിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദാറ്റ് ബോത്ത് ദ തിങ്സ് ആർ പാരലലി മൂവിങ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കർണാടകയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മെഡിക്കൽ കോളേജ് വിക്ടോറിയ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ KC ജനറൽ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലെല്ലാം സ്റ്റുഡൻസിന് ബേസിക് കെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫങ്ഷണൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഒരു ട്രെയിനിങ് കിട്ടുന്നത് പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ട്രെയിനിങ് കിട്ടാനായിട്ട് മണിപ്പാൽ ഹോസ്പിറ്റൽസ്, അതേപോലെ തന്നെ ആസ്റ്റർ ഹോസ്പിറ്റൽ, ഇവരുമായിട്ടുള്ള ഒരു MOU അഥവാ ഒരു എഗ്രിമെന്റ് വി ഹാവ്. അപ്പൊ ഈ ഒരു സിസ്റ്റം ഞങ്ങൾ ലൈക്ക് ടു ബി എക്സ്പ്ലെയിൻ വെൽ, നല്ലൊരു ലാബ് ട്രെയിനിങ്, നല്ലൊരു ക്ലാസ് റൂം മെത്തേഡ് ഓഫ് ടീച്ചിങ്, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ഒരു എക്സ്പോഷർ, പിന്നെ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ എക്സ്പോഷർ, JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എക്സ്പോഷർ, ഇതെല്ലാം ഒരു സ്റ്റുഡൻസിന്റെ ഒരു ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് നഴ്സിംഗ് കെയർ നോളജ് ഇംപ്രൂവ് ആക്കും. ദ സെയിം ടൈം നമ്മളുടെ കയ്യിൽ ഈ NPLEX RN അഥവാ
PT ഇങ്ങനെയുള്ള ലാംഗ്വേജ് ട്രെയിനിങ്ങോ എസ്പെഷ്യലി നഴ്സിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻസിന്റെ എല്ലാം അസിസ്റ്റൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മലയാളികളാണ്. നമ്മളെല്ലാവരും ഒരു നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അമേരിക്കയ്ക്ക് പോകണം, ഓസ്ട്രേലിയക്ക് പോകണം, ന്യൂസിലൻഡിന് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷോടുകൂടി ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് എന്താണോ കാറ്റർ ചെയ്യേണ്ടത് അത് ഞങ്ങൾ സർവോദയ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് അഷുർ ചെയ്യും. അത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി നമുക്ക് GNM തുടങ്ങി. GNM നഴ്സിംഗ്, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PhD നഴ്സിംഗ്. ഈ നഴ്സിംഗിൻ്റെ ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ് ഏജൻസി. എല്ലാ കോഴ്സുകളും അതിൻ്റെ ഏറ്റവും റൈറ്റ് വേയിൽ ദ ബെസ്റ്റ് സർവീസ്, ക്വാളിറ്റി സർവീസ് വി ആർ പ്രൊവൈഡ്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഞാൻ ആക്ച്വലി പല കോളേജസിലും ഞാൻ പോയിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ പല കോളേജസിലും കാണാത്ത കുറെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇപ്പോൾ സർവോദയ കണ്ടത്. അതുകൊണ്ടാണ് ആക്ച്വലി സർവോദയ വന്നതിന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പം ബാംഗ്ലൂർ അല്ലെ കർണാടകയിലൊക്കെ ആണെങ്കിലും പല കുട്ടികളും ഒന്നിലധികം കോളേജുകളൊക്കെ ഉള്ള സബ് കോളേജുകളൊക്കെ ഉള്ള കോളേജ് മാനേജ്മെന്റ്സിലൊക്കെയാണ് അവർ പെടുന്നത്. പക്ഷേ സർവോദയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ മാനേജ്മെന്റ് ആയിട്ടുള്ള 33 വർഷം ഈ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ സ്പെഷ്യൽ അപ്രീസിയേഷൻസ്. താങ്ക് യു സോ മച്ച്. മാത്രമല്ല എനിക്കൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്, അതുപോലെ മറ്റുള്ള MSc, പോസ്റ്റ് ബേസിക്, PhD അങ്ങനെ പല കോഴ്സുകളും പറയുന്ന പോലെ നഴ്സിംഗ് ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും സർവോദയയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നഴ്സിംഗ് ഡയറീസിന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പലരും ഒരുപക്ഷെ നഴ്സിംഗിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു കൺസിഡറേഷൻസും ഒരു ബെസ്റ്റ് പാക്കേജും കൊടുക്കണമെന്ന് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നു. ഷുവർ ഡെഫിനറ്റ്ലി വി വിൽ ഡു. ഓക്കെ, നിങ്ങൾ ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ലൈക്ക് നിങ്ങളൊരു ഡോക്ടർ, യു ആർ എ പ്രൊഫഷണൽ. നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് യു ജസ്റ്റ് ട്രൈങ് ടു ബ്രിങ് ദ ട്രൂത്ത്, റിയാലിറ്റി ഒരു എസ്പെഷ്യലി ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ എല്ലാ എഫേർട്ടും റിയലി ഗ്രേറ്റ് ആണ്. ഞങ്ങൾ വളരെയധികം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഫീസിന്റെ ഒരു കൺസിഡറേഷൻസ് സ്റ്റുഡൻസിന് ഞങ്ങൾ കൊടുക്കാം. പിന്നെ ബാങ്ക് ലോൺ അസിസ്റ്റൻസ്, പിന്നെ എന്തെങ്കിലും വേരിയസ് ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് പ്രോഗ്രാംസ്, കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഓൺലി തിങ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള പല കോളേജുകളും, ഞാൻ ബാംഗ്ലൂരിൽ തന്നെയല്ല ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കർണാടകയിലുള്ള എല്ലാവരുടെയും ഒരു ഫിലോസഫിയും എത്തിക്സും സ്റ്റൈൽ ഓഫ് ഡൂയിങ് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളുടെ അടുത്ത് വരുന്നവരോടാണ് നമുക്ക് വി ക്യാൻ ഡു ദ ബെസ്റ്റ്. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ സാറിന്റെ ഒരു ടോക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നവർ അല്ലെങ്കിൽ സാറിന് കോൺടാക്ട് ചെയ്യുന്നവർക്ക് എന്ത് സർവീസാണ് കൊടുക്കേണ്ടത് ഫീസ് പാക്കേജിലാണെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അത് വി ആർ അഷ്യൂറിംഗ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you.